ഹായ് ഹലോ നമസ്കാരം. മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചിങ്ങമാസമാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുമായിട്ടാണ് രാവിലെ മോർണിംഗ് ഷോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു പുതിയ ലൈവാണ്. നമുക്കറിയാം മലയാളി വാർത്തയിൽ ഏറെ പരിചിതമില്ലാത്ത ഒരു മുഖമാണ്. ആദ്യത്തെ ലൈവാണ് എന്റെ. അതിനു മുമ്പ് ഞാൻ എന്നത് പരിചയപ്പെടുത്താം. ഒരിക്കൽ കൂടി ഞാൻ ആദി നാരായണൻ. ഇനിയും ഇതുപോലെ തുടർച്ചയായിട്ടുള്ള ലൈവുകളായിട്ട് ഞാൻ വരുന്നതാണ്. നമുക്കറിയാം നമ്മൾ മലയാളി വാർത്തയിൽ ഇടവിട്ട് ന്യൂസുകൾ കാണാറുണ്ട്, സമകാലിക വിഷയങ്ങൾ കാണാറുണ്ട്. എന്താൽ നമുക്ക് എപ്പോഴും ന്യൂസും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ജീവിതത്തിൽ കുറച്ച് തമാശ വേണ്ടേ, കുറച്ച് ചിരിക്കണ്ടേ, കുറച്ച് ആലോചിക്കണ്ടേ? അങ്ങനെ കുറെ ആലോചിക്കാനും കുറെ ചിന്തിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് പുതിയ ഒരു ലൈവ് ഷോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ലൈവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് മേഖലയിൽ കലാകാരന്മാരായിട്ടും അല്ലെങ്കിൽ സമകാലിക വിഷയം അല്ലെങ്കിൽ പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ വളരെ വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മരടിലാണ്. എറണാകുളം മരട്. അതായത് എറണാകുളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. പലരും പറയുന്നത് അയ്യോ എന്തൊരു തിരക്കാണ്, എന്തൊരു ബ്ലോക്കാണ്, നമുക്ക് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല, അതായത് അങ്ങോട്ട് നീങ്ങിയ വണ്ടി ഇങ്ങോട്ട് നീങ്ങിയ ഫ്ലാറ്റ്. പക്ഷേ ഇത്രയും മനോഹരമായ സ്ഥലത്ത് നിന്ന് ഒരു കലാകാരനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. TV ചാനലിലൂടെയൊക്കെ ശ്രദ്ധേയനായ ഒരു കലാകാരനാണ്. പക്ഷേ ഈ കലാകാരന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ സാധാരണ മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനാർദ്ദനൻ അങ്ങനെയുള്ള ശബ്ദങ്ങളായിരിക്കും ആളുകൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം മിമിക്രി ഒരുപാട് കലാകാരന്മാരുണ്ട്. മഹേഷ് കുഞ്ഞുമോനുണ്ട്, കോട്ടൻ നസീറുണ്ട്, അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട്. എങ്കിൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മിമിക്രി എന്ന് പറയുന്ന കലയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് മരട് എന്ന് പറയുന്ന സ്ഥലത്തെ ജിനീഷ് ചന്ദ്രോദയം എന്ന് പറയുന്ന കലാകാരൻ. നമുക്ക് ഇന്ന് ജിനീഷിനെ പരിചയപ്പെടാം. ജിനീഷിന്റെ കയ്യിൽ ഒരു വെടിക്കെട്ട് ആയിട്ടുണ്ട്. അതെങ്ങനെയാ? എല്ലാരും അടിച്ചു കയറി വാ. ജിനീഷ് അവിടെ ഉണ്ട്, വാ ചേട്ടാ. ഈ മരടിലുള്ള ജിനീഷ് ചേട്ടനാണ്, ലൈവാണ്, മലയാളി വാർത്തയുടെ ലൈവാണ്. ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഓൺലൈൻ ചാനലിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട്, അതായത് നമുക്ക് ഓൺലൈൻ ചാനലിൽ നമുക്കറിയാം എങ്ങനെയാണ് ന്യൂസ് വരാറുണ്ട്, പരിപാടികളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ലൈവാണ്. അതായത് മലയാളി വാർത്തയുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇപ്പോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഈ കലാകാരനെ അറിയാൻ മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ കലാകാരന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ പറയുന്നേക്കാൾ നല്ല ചേട്ടൻ പറയുന്നല്ലേ? വെറൈറ്റി ആയിട്ടുള്ള പല സംഭവങ്ങളാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ അല്ലേ? ഈ പ്ലാസ്റ്റിക് കിറ്റ് കണ്ടോ? ഈ പ്ലാസ്റ്റിക് കിറ്റായിട്ട് ഒരാൾ ഇവിടെ രാവിലെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ സംഭവം, മീൻ പിടിക്കാനാണോ വന്നതെന്ന് ചോദിച്ചു. മീൻ പിടിക്കണോ? അല്ല മീൻ പിടിക്കാനല്ല, അല്ലല്ല, ജീവിതമാണ്. ശരിക്കും നിങ്ങൾക്ക് ഇത് നമ്മൾ കാണുന്ന നമ്മൾ വലിച്ചെറിയും ഈ പ്ലാസ്റ്റിക്. ഇത് എന്തിനാ ഈ പ്ലാസ്റ്റിക്കിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അല്ലേ? പക്ഷെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടല്ലോ ഈ പുള്ളിക്കാരൻ ഒരു കിടുക്കാച്ചി, ഒരു വെടിക്കെട്ട് ഐറ്റം ചെയ്യും അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? നമുക്ക് വെടിക്കെട്ട് കാണാമല്ലോ. വെടിക്കെട്ട്, അതായത് ഈ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിൽ നിന്ന് വെടിക്കെട്ടിന് ശബ്ദം കേൾക്കാൻ പോവാണ്. വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തോ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി വാർത്തയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും, ഫേസ്ബുക്ക് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാം ഈ കലാകാരനെ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല ഓൺലൈൻ ചാനൽ, നമ്മൾ ചാനലിന്റെ ഹിസ്റ്ററിയിൽ പലതവണ കണ്ടിട്ടുണ്ട് ലൈവുകൾ, മോർണിംഗ് ഷോയിൽ പോകുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് യൂട്യൂബ് ഫേസ്ബുക്കിലൂടെ ലൈവ് ഷോയിലൂടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ പരിചയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ ലൈവാണ്, ആദ്യത്തെ കലാകാരനാണ്, വ്യത്യസ്തനാണ്. എന്താ പറയുക, ഈ പുള്ളിക്കാരന്റെ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വെടിക്കെട്ട് കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് പോയി പേപ്പറാണ് നമ്മുടെ, അറിയാല, കുറച്ച് കൂടിയത്, അതായത് കട്ടി കൂടിയതും അത് ശബ്ദം കൂടിയതും. നമുക്കിത് മാലപ്പടക്കോ, പിന്നെ സാധാരണ നമ്മൾ വീടുകളിൽ 5 കിലോ 6 കിലോ ഒക്കെ വാങ്ങുന്ന അരിയും പഞ്ചസാരൊക്കെ വാങ്ങുന്ന കവറിൽ നമ്മള് ഗുണ്ട് എന്റെ ഇടക്കിടക്ക് കൂട്ടിലിട്ടും, അതെ ആ ഗുണ്ടും കൂടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഒരു മാലപ്പടക്കം നമുക്ക് ഇവിടെ തീർക്കാം. ഓക്കെ, അപ്പൊ മലയാളി വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഗുണ്ടും മാലപ്പടക്കം തീർക്കാൻ വേണം. അതെ ഓക്കെ ടൈറ്റ് ആക്കിയിട്ട് വേണം സെറ്റ് ആവണമെങ്കിൽ. എന്നാൽ നമുക്ക് ആ ഒച്ച വരത്തുള്ളേ. മാലപ്പടക്കം തുറക്കട്ടെ. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കണം. ഞാൻ മൈക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇപ്പൊ ഇവിടെ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്തിൽ പറയും കൈയടിക്കാൻ. അപ്പൊ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ സ്നേഹം പ്രകടിപ്പിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. മലയാള വാർത്ത ലൈവ് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത എന്താണ്? അടുത്ത നമുക്ക്
ഇപ്പൊ ഇതേപോലെ തന്നെ വേറൊരു കവറാണ് നമ്മളത് ഇതുപോലെ തന്നെ ഓക്കെ, ഇതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന മറ്റൊരു കവറാണിത്. അപ്പൊ നമുക്കിത് ഈ കാട്ടുതീയ കത്തുമ്പോൾ ശബ്ദം ഉണ്ടാവും. കാട്ടുതീ കത്തുന്ന ശബ്ദം. അതെ അതെ ഓക്കെ, അതായത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിൽ നിന്ന് കാട്ടുതീ കത്തുന്ന ശബ്ദം വരാൻ പോവാണ്. അതെ അതെ ഓക്കെ, അപ്പൊ ജിനീഷ് റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ. പതിയെ കാട്ടുതീ അങ്ങോട്ട് അവസാനിച്ചു അല്ലെ? പതിയെ അതായത് നമ്മളെ എന്താ പറയാ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ കൊട്ടി വരുന്ന പറഞ്ഞ പോലെ പതിയെ കൊട്ടി 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 താളം പിടിച്ച് പതിയെ അങ്ങ് അവസാനിച്ചു അല്ലെ? കാട്ടുതീ അവസാനിച്ചു. എനിക്ക് തോന്നുന്നു ഇത് മരടായതുകൊണ്ടാണോ ഒരു പക്ഷെ ഇങ്ങനെയുള്ള വെടിക്കെട്ട് പോലത്തെ ശബ്ദങ്ങൾ ചെയ്യണം? തീർച്ചയായിട്ടും മരട് ഫേമസ് അല്ലേ വെടിക്കെട്ട്, അപ്പൊ പിന്നെ അവിടെ നിന്ന് തുടങ്ങാന്നുള്ളത്. അപ്പൊ മരടിൽ നിന്ന് വരുന്ന ഒരു കലാകാരൻ തീർച്ചയായിട്ടും വെടിക്കെട്ടിന്റെ ശബ്ദം ചെയ്താൽ പിന്നെ എന്ത് മിമിക്രി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ വെടിക്കെട്ട് കണ്ടു, കാട്ടുതീ കണ്ടു. ഇനി അടുത്ത് എന്താണ്? ഇതിൽ തന്നെ നമുക്ക് ട്രെയിൻ പോണ ശബ്ദം ഉണ്ടല്ലോ. ട്രെയിൻ. ഓക്കെ, നമ്മൾ സാധാരണ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് സാധാരണ മിമിക്രിക്കാർ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് ഓക്കെ ട്രെയിൻ കേരളം വിട്ടുപോയി. അതാണ് ആ പതിയെ ശബ്ദം വന്നത്. നമ്മൾ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചായ വട കാപ്പി എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ? ഓക്കെ, അടുത്ത എന്താണ്? അത് നമുക്ക് മഴ നോക്കാം. മഴ നോക്കാം. മഴ വരാൻ പോവാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം, ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാവുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അതായത് ഇവിടെയും ചെറിയ ഒരു മൂടലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എങ്കിലും ആദ്യത്തെ ലൈവ് ആയതുകൊണ്ട് മഴയൊന്നും പെയ്യില്ലെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ലൈവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറിയാലോ, ഈ കലാകാരനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളുടെ ലൈവിലൂടെ ഷെയറിലൂടെയാണ്. ഓക്കെ, മഴ പെയ്യട്ടെ. അതെ അതെ, ഇതും വ്യത്യസ്തപ്പെട്ട വേറൊരു ടൈപ്പ് സംഭവമാണ് കേട്ടോ. ഇത് ഈ 50 പൈസ കിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ, നമ്മൾ പണ്ട് കടയിൽ പോകുമ്പോ അതെ അതെ അത് വാങ്ങുന്ന സംഭവം നമ്മൾ ചോദിക്കും, ചേട്ടാ ഒരു 50 പൈസ കിറ്റ് തരുമോ, ഞങ്ങൾക്ക് സാധനം ഇട്ടുകൊണ്ട് പോകാനെന്ന് അറിയല്ലേ? അപ്പൊ നമുക്ക് ഇനി 50 പൈസ കിറ്റ് കൊണ്ടുള്ള വെറൈറ്റി ആണ്. മഴ പെയ്യാം, നമുക്ക് മഴ പെയ്യാം. ഓക്കെ, ഡിസംബറായി, മഴ പെയ്ത് തോർന്നു അല്ലെ? മഞ്ഞ് പെയ്യുന്ന ഡിസംബർ മാസം കഴിഞ്ഞ് മഴ പെയ്ത് തോർന്നു. ഓക്കെ, ഇനി ഇതുപോലെ ഓട്ടോറിക്ഷയുടെ ശബ്ദം ഉണ്ടല്ലോ അല്ലെ? ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ ഈ ഇതിൽ നിന്ന് എന്താണ് എടുക്കുന്നത്? നമ്മൾ ഈ പുട്ടുപൊടി കവറുണ്ടല്ലോ, അപ്പൊ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇനി പുട്ടുപൊടി വാങ്ങുന്ന അമ്മമാർ, ചേച്ചിമാർ, അച്ഛന്മാർ എല്ലാവരും ശ്രദ്ധിക്കുക. പുട്ടുപൊടിയുടെ കവറ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നേരെ ഇനി പുട്ടുപൊടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കളയരുത്. ഇവിടെ മരടില് ജിനീഷ് ഉണ്ട്. ജിനീഷ് ചേട്ടാ, ഇനി അടുത്ത എന്താണ്? നമുക്കിത് ആപ്പി ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. ആപ്പി ഓട്ടോറിക്ഷ ഫാസ്റ്റ് പോകുമ്പോൾ ഒരു അടിച്ചടിച്ചൊരു ശബ്ദം പോകുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ പുട്ടുപൊടിയുടെ കവറിൽ നോക്കാം. ഓക്കെ, ഇതാണ് പുള്ളിയുടെ പ്രത്യേകത. അതായത് പതിയെ തേടിലിട്ടിട്ട് വണ്ടി പതിയെ കയറ്റം കയറിപ്പോയി. ഓക്കെ, അങ്ങനെ കയറി കലാകാരൻ എങ്ങോട്ടാണ് അടുത്ത് പോകാൻ പോകുന്നത്? അടുത്തെന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ഇതിന്റെ കവർ പല ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ കട്ടി കുറഞ്ഞതും. ഓക്കെ, പുട്ടുപൊടി 1 കിലോ ഉണ്ട്, 1 കിലോ ഉണ്ട്. അതെ അതെ, പിന്നെ അതുകൊണ്ട് ഇതിന്റെ വ്യത്യസ്തം ഉണ്ടാവും. ഈ ഓൾറെഡി ഇതിന്റെ കട്ടിയും അതുപോലെ തന്നെ ഇതിന്റെ ഓരോ പല ഫ്ലേവറിന് പല വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു തയ്യൽ മെഷീന്റെ ശബ്ദം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പുട്ടുപൊടി കൊണ്ട് തയ്യൽ മെഷീൻ. ഓക്കെ, അപ്പൊ ഇനി തുണിയൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ നേരെ ജിനീഷിന്റെ അടുത്ത് വന്നാൽ മതി. ഓക്കെ, ജിനീഷ് പുട്ടുപൊടി കൊണ്ട് തുണി അയച്ചു തരും. ഓക്കെ, തുണി അയച്ചോളൂ. നോക്കാം. കണ്ടല്ലോ, ശ്രദ്ധിച്ച് കറക്റ്റ് കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് തയ്യൽ മെഷീനാണ്. ഒന്നുകൂടി ചെയ്യോ? അടിപൊളി, നൈസ്. അപ്പൊ ഇങ്ങനെ ഒരുപാട്
കലാപരമായിട്ടുള്ള കഴിവുകളുണ്ട്. അതിലുപരി ജിനീഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മിമിക്രി കൂട്ടായ്മയില് എന്താ പറയാ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ജിനീഷിന്റെ ഡാൻസ് ആണ് അല്ലെ? അല്ലെ? അപ്പോ എനിക്ക് തോന്നുന്നു സിനിമാ നടന്മാരുടെ വ്യത്യസ്തമായ രീതിയിൽ ഡാൻസുകൾ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ താഴെ മീശയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഫേസ് ആളുകൾക്ക് വരുമ്പോഴാണ് അത് ആദ്യം തോന്നിക്കോളൂ. നമുക്ക് ആ വരുന്ന ഒരു മാനസത്തിലൂടെ ഇപ്പൊ ഈ ഒരു വേഷത്തിൽ ഒരുപക്ഷെ അവർക്ക് ആ ഇത് എന്താ പറയാ കുഴപ്പമില്ല. നമ്മുടെ മലയാളി വാർത്തയുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാളി വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈവ് യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ എല്ലാ മലയാളികളുണ്ടാവും, പലതരത്തിലുള്ള പല ഭാഷയിലുള്ള അല്ലെങ്കിൽ പല ഭാഷയിലുള്ള ആളുകൾ തന്നെ പറയാം. അവർ ഇതെന്തായാലും അംഗീകരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മള് ചാക്കോജിന്റെ സ്റ്റൈലാണ്. ചാക്കോജൻ മെയിനായിട്ട് ചെയ്യുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ തല ഫേസിൽ എല്ലാ ഡാൻസും നമ്മൾ ശ്രദ്ധിക്കാം. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ പാട്ടിലും അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ കൊണ്ട് ഓരോ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും, ഇങ്ങനെ ഈ സ്ഥാനം സ്ഥിരമായിട്ടുണ്ടെന്നുള്ളത്. അപ്പം പുള്ളിക്കാരൻ ചെയ്യുമ്പം ഈ തലയുടെ സംഭവം മെയിനാ പുള്ളിയുടെ, ഈ സാധനമൊക്കെ പുള്ളിയുടെ മെയിനാ ഇത്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് എല്ലാ പടം പ്രിയം, പിന്നെ നമ്മുടെ എന്താ പറയുന്ന അങ്ങനെയുള്ള ഒരുപാട് പാട്ടില് എല്ലാ പടത്തിലും ഈ സ്റ്റെപ്പ് ഉണ്ട്. അത് പണ്ടത്തെ അനിയത്തി പ്രാവ് മുതൽ നമ്മൾ നോക്കിയാൽ മതി, വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, അതായത് സിനിമാനന്മാരുടെ അഭിനയത്തിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അവരുടെ ഡാൻസിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് എനിക്കാണെങ്കിൽ ഒരു സംഭവം ഉണ്ടാവും, അതിപ്പോ ഏത് കൊറിയോഗ്രാഫർ പഠിപ്പിച്ചാലും നമുക്ക് സാധനം നമ്മളുടെ സാധനം നമ്മൾക്ക് ഓൾറെഡി വരും. ചിലപ്പോ നമ്മളുടെ ഒരു യൂസ്ഫുൾ ഉണ്ടാവും, നമുക്ക് ഉണ്ടാവും. അതാണ് നമ്മളിത് കാണിച്ചു കൊടുത്തത്. അപ്പൊ അവരാരും കുറ്റം പറഞ്ഞില്ല, നമ്മളെക്കാളും ഒരുപാട് നല്ല ഡാൻസേഴ്സ് ആണ് അവരൊക്കെ. അപ്പൊ അത് ജിനീഷ് മാത്രം കണ്ടുപിടിച്ചത്. അതായത് ഈ പ്ലാസ്റ്റിക്കിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ജിനീഷ് ആര മുതൽ അല്ലെ? അപ്പൊ ജിനീഷ് ഏട്ടാ നമുക്ക് അതൊന്ന് കാണാലോ. ഓക്കെ, 2 സ്റ്റെപ്പ് അത് ചെയ്യാം. ഇങ്ങനെയാണ് സംഭവം. ഇങ്ങനെ ഈ സംഭവം ഞാൻ വേണേ 2 പാട്ട് പാടാം. ഇനിയിപ്പോ കോപ്പിറൈറ്റിന്റെ പ്രശ്നം വേണ്ടല്ലോ. ഏത് പാട്ടാ വേണ്ടത്? എന്തിനീ മിഴി രണ്ടും മണ്ണോടി. ഓക്കെ ഓക്കെ. എന്തിനീ മിഴി രണ്ടും നനയാതെ നനയുന്നു, എന്തിനീ മിഴി രണ്ടും നനയാതെ നനയുന്നു, പച്ചില മേഞ്ഞൊരു കൂടും. ഓക്കെ ഓക്കെ. അടുത്ത ഉണ്ട്. പിന്നെ ദിലീപേട്ടന്റെ സംഭവം ദിലീപേട്ടൻ ഇങ്ങനെ പോക്കറ്റ് കൈയിട്ട് നടക്കുള്ളൂ. ഓക്കെ, അതേതാ വേണ്ട പാട്ട്? അത് ദിലീപന്റെ സോനാരിയോ തെങ്കാശിപ്പട്ടറോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. തെങ്കാശിപ്പട്ടത്തിലെ പാട്ട് ഏതാ? അത് സാറിന് പറഞ്ഞല്ലേ അത് കടമിഴിയിൽ? കടമിഴിയിലല്ല, മറ്റേ ചിരിച്ചിരിക്കലും വളരെ പാട്ടില്ല. ഇതുപോലെ സോനാര മതി. അതായത് നമ്മൾ പാട്ട് പാടുന്നതിന്റെ കാരണം ഒരിക്കലും ആങ്കർ ചെയ്ത് വെറുപ്പിച്ചിട്ടല്ല, പാട്ട് മ്യൂസിക് കോപ്പിറൈറ്റ് അടിക്കുമോ എന്നുള്ള പേര് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ പാടുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഏതോ കേട്ടോ സോനാരേ. സോനാരേ സോനാരേ വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ, സോനാരേ സോനാരേ വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ. ദിലീപന്റെ പിൻസാണോ ഇത്? ഓക്കെ, അത് എന്താ ഡയലോഗില്ലേ എടുത്തിയൊന്ന് അങ്ങനെ ഇതുണ്ട്, സ്റ്റൈലുണ്ട് പുള്ളിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് ജിനീഷ് എന്ന് പറയുന്ന കലാകാരൻ. ഒത്തിരി കലാകാരന്മാരിൽ നിന്ന് ജിനീഷിനെ വ്യത്യസ്തനാക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് ഉപജീവനം കണ്ടെത്തുന്നുണ്ട് അല്ലെ? പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പൊ ജിനീഷ് എന്താണ് ഇനി വരും കലാജീവിതത്തിലേക്കുള്ള മുന്നോട്ടേക്ക് എന്താണ് ജിനീഷിന് കരുതൽ, അല്ലെങ്കിൽ എന്താണ് ജിനീഷ് ഇനി എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഒരുപാട് ഐറ്റങ്ങൾ പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്, കുറെ സാധനങ്ങൾ. അത് ഞാൻ പതുക്കെ കൊണ്ടുവരാന്നുള്ള രീതിക്കുന്നേ. പതുക്കെ കൊണ്ടുവരാൻ, കാരണം ഇതൊന്ന് പല സ്ഥലങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് അത് കൊണ്ടുവരാന്നല്ല നല്ലത്. അല്ല പിന്നെ എല്ലാം കൂടി കൊണ്ടുവരണം. അതെ, എല്ലാം കൊണ്ടുവരുമ്പോ ഒന്നും ഇതായി പോയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം സൗഹൃദമുണ്ടെങ്കിലേ നല്ലൊരു മനുഷ്യനാവും അല്ലെ? നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാൽ നല്ലൊരു കലാകാരനാവും. ഓക്കെ, അപ്പോ സൗഹൃദത്വവും നല്ല കലാഹൃദയവും ഒക്കെ ഉള്ള ഒരു കലാകാരനാണ്. മരട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട്. സാജു നവോദയ, പാഷാണം ഷാജി പോലത്തെ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലമാണിത് അല്ലെ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ജിനീഷിന്റെ വളർച്ച നമുക്ക് നോക്കി കാണുന്നുണ്ട്. എന്തായാലും മലയാളി വാർത്തയിലൂടെ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവിലൂടെ എന്തായാലും ചരിത്രത്തിന്റെ ഒരു വലിയ മാറ്റമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ലൈവായിട്ട് മോർണിംഗിലൂടെ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തണം. അപ്പൊ ആദ്യത്തെ വ്യക്തി ജിനീഷാണ്. ലൈവ് ഏകദേശം അവസാനിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പ്രകൃതി നമ്മോട് പറയുന്നുണ്ട് മഴ പെയ്യാൻ സമയമായിട്ടുണ്ട്, നിങ്ങളുടെ ലൈവ് നിർത്താൻ സമയമുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ? എന്താണ് നമ്മുടെ മലയാളി വാർത്തയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കാരണം മലയാളി വാർത്തയിലേക്ക് ഇങ്ങനൊരു അവസരം എനിക്ക് വേണ്ടി തന്നതിന് ഈ വാർത്തയിലെ എല്ലാ സൃഷ്ടിയുടെ എല്ലാ ആൾക്കാരോടും, പ്രത്യേകിച്ച് ഇതിന്റെ മെയിനായിട്ട് എന്നോട് സംസാരിച്ച ഇദ്ദേഹത്തിനോട് എന്നെ കൊണ്ടുവന്ന വേറെ ആളുണ്ട്, പുള്ളിയോട് എല്ലാവരോടും നന്ദി പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് നാടിന്റെ ഏറ്റവും വലിയ ആവശ്യകതയാണ് കലാകാരന്മാർ. തീർച്ചയായിട്ടും കലാകാരന്മാരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ലൈവുകളുമായിട്ട് മലയാളി വാർത്തയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് പേജിലൂടെയൊക്കെ ഇനി മുതൽ ഞാനും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, പരിചയമില്ലാത്ത മുഖമാണ്. അപ്പൊ ഇനി പരിചയമാവട്ടെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഒരു നല്ല നമസ്കാരം പറയാമല്ലോ. അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം.